കണ്ണൂർ കണ്ണപുരം കീഴറയിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. സ്ഫോടനം നടന്ന വീട് വാടകയ്ക്ക് എടുത്ത അനൂപ് മാലിക്കിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇയാളുടെ ബന്ധു കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് സ്ഫോടനത്തിൽ മരിച്ചത്. അനൂപിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് അറിയിച്ചു. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയിട്ടാണ് ഇവിടെ സ്ഫോടനമുള്ളതായിട്ട് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആ സമയം മുതൽ തന്നെ പരിശോധന നടത്തി വരികയാണ്. നമുക്ക് ഒരു പോസ്റ്റ് ബ്ലാസ്റ്റ് പ്രൊസീജിയേഴ്സ് അനുസരിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ആ പരിശോധനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. നിലവിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിൽ ഇപ്പൊ നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ഈ ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷാം എന്ന് പറയുന്ന ഒരാളുടെ ചാലാട് സ്വദേശിയാണ്. ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മറ്റ് നടപടികൾക്കായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 728/25 എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ഇവരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ്. കൂടുതൽ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോഷന്റെ കാര്യങ്ങളും അതിന്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. നിലവിൽ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ഉത്സവങ്ങൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേയധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. 2016 കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടനമുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക്. ഉത്സവങ്ങളിൽ ഉപയോഗിക്കുന്ന ഗുണ്ടുപോലുള്ള സ്ഫോടക വസ്തുക്കളാണ് സ്ഫോടനം നടന്ന വീട്ടിൽ നിർമ്മിച്ചിരുന്നത്. ഇതിന്റെ നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായി. മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303.